നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കെങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് നോക്കാം. നമ്മൾ ആദ്യം ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരി വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 കപ്പ് വെള്ളവും ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കപ്പ് അരി അതിലേക്ക് ഇടുക. ഈ ചോറ് പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ കോരി മാറ്റി വെക്കണം. പിന്നീട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയിലേക്ക് ആവശ്യമായ മസാലയാണ്. അപ്പോൾ അതിലേക്ക് ഇവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കട്ടി കുറഞ്ഞ എരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർക്കുന്നു. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നു. അതിലേക്ക് പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് അതും ഇതുപോലെ തന്നെ ബ്രൗൺ കളറാകുമ്പോൾ മാറ്റി വയ്ക്കുന്നു. പിന്നീട് ആ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച സവാളയും കുറച്ച് കറിവേപ്പിലയും ചതച്ച് വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴക്കിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുമൊന്ന് എല്ലാം മിക്സായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു 2-3 തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒരു 2 സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും അതിലേക്കിട്ട് ഒന്ന് ഇളക്കി ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക. അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും ചേർത്തതിന് ശേഷം മുൻപ് മാറ്റിവെച്ച നമ്മുടെ അരിയും അതിലേക്ക് ചേർക്കുക. ഒരു 20 മുതൽ 25 വരെ മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചത് ചേർക്കുക. അതിലേക്ക് തന്നെ മുൻപ് നമ്മൾ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡി.